നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. ഭാരതീയ ന്യായ സംഹിതയിൽ പുതിയതായി ഏർപ്പെടുത്തിയ സാമൂഹിക സേവനം എന്ന ശിക്ഷയെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്ന് പഠിക്കണ്ടേ. 6 തരം വകുപ്പുകളിലാണ് സാമൂഹിക സേവനം പുതിയതായിട്ട് ശിക്ഷയായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റി സർവീസിംഗ് അഥവാ സാമൂഹിക സേവനത്തെ ഒരു ശിക്ഷാരീതിയായി ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനു മുൻപ് വാഹന നിയമങ്ങളിൽ അടുത്ത കാലത്ത് സാമൂഹ്യ സേവനം ഇടം പിടിച്ചിരുന്നെങ്കിലും ഇന്ത്യൻ പീനൽ കോഡിൽ ഭേദഗതി വരുത്തി ഭാരതീയ ന്യായ സംഹിത എന്ന രീതിയിൽ ആദ്യമായിട്ട് സാമൂഹ്യ സേവനം കുറ്റവാളികൾക്ക് നൽകുന്ന അവസ്ഥ സംജാതമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ സാമൂഹ്യ സേവനം വിദേശ രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സാമൂഹ്യ സേവനം ഉണ്ടായിരുന്നു. അത് ഭാരതീയ ന്യായ സംഹിത ജൂലൈ 1 തീയതി മുതൽ നടപ്പിലാവുമ്പോൾ 6 വകുപ്പുകളിൽ ഈ തരം ശിക്ഷകൾ നമുക്ക് കാണാം. പൊതുസ്ഥലത്തെ മദ്യപാനം, 5000 രൂപയിൽ താഴെ വരെയുള്ള മോഷണം, അതുപോലെ പെറ്റി കുറ്റകൃത്യങ്ങൾക്കാണ് ഇപ്പോൾ തൽക്കാലം സാമൂഹിക സേവനത്തെ ഒരു ശിക്ഷയായി ചേർത്തിട്ടുള്ളത്. കുറ്റകൃത്യങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കുന്നതിനും കുറ്റവാളികൾക്ക് സ്വയം ഒരു പരിഷ്കരണത്തിന് തയ്യാറാകാൻ സാഹചര്യമൊരുക്കുന്നതിനും, കൂടാതെ ജയിൽ ശിക്ഷയ്ക്കാവശ്യമായ ചിലവുകൾ ചുരുക്കുന്നതിനും മറ്റുമായിട്ടാണ് ഇങ്ങനെയൊരു ആൾട്ടർനേറ്റീവ് പദ്ധതി ഇന്ത്യയിലും പരീക്ഷിക്കുന്നത്. 6 തരം സാമൂഹിക സേവനം ശിക്ഷ പറഞ്ഞിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നിരീക്ഷിക്കാം. മുൻപ് ഇന്ത്യൻ പീനൽ കോഡിൽ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുണ്ടായിരുന്ന 309 വകുപ്പ് പ്രകാരമുള്ള ആത്മഹത്യാശ്രമം ഇന്ന് ഭാരതീയ ന്യായ സംഹിതയിലൂടെ 226 വകുപ്പിലൂടെ സാമൂഹിക സേവനം ശിക്ഷാർഹമാകുന്ന ഒരു കുറ്റകൃത്യമായി വീണ്ടും അവതരിപ്പിക്കപ്പെടുകയാണ്. ഇടക്കാലത്ത് ആത്മഹത്യാശ്രമം കുറ്റകരമല്ല എന്നുള്ളതായിരുന്നു ഭാരതത്തിലെ സുപ്രീം കോടതി വിധിച്ചത്. അതേ തുടർന്ന് ആ വകുപ്പ് ഏതാണ്ട് മരവിച്ച നിലയിലായിരുന്നു. ന്യായ സംഹിതയുടെ വരവോടുകൂടി അതിന് സാമൂഹ്യ സേവനം എന്ന ശിക്ഷ ലഭിക്കുമെന്നുള്ള ശിക്ഷാർഹമായ കുറ്റകൃത്യമായി വീണ്ടും വന്നിട്ടുണ്ട്. അതുകൂടാതെ പൊതുസ്ഥലത്തെ മദ്യപാനം, പൊതുസ്ഥലത്തിരുന്നുള്ള മദ്യപാനം 510 വകുപ്പ് പ്രകാരം ഇന്ത്യൻ പീനൽ കോഡിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ 355 വകുപ്പിൽ ഭാരതീയ ന്യായ സംഹിതയിലൂടെ സാമൂഹിക സേവനം ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ്. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നവർക്ക് 1 മാസക്കാലയളവെങ്കിലും പൊതുസ്ഥലത്ത് സേവനം നടത്തുന്നതിനും കൂടി അവസരം നൽകുന്ന ഒരു രസകരമായ ശിക്ഷാരീതിയാണ് ഇപ്പോൾ അതിന് കാണുന്നത്. കൂടാതെ പ്രധാനപ്പെട്ടത് മോഷണത്തെ തരംതിരിച്ചു എന്നുള്ളതാണ്. 5000 രൂപയിൽ താഴെയുള്ള മൂല്യമുള്ള വസ്തുക്കളാണ് മോഷ്ടിച്ചതെങ്കിൽ ആ ആൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷ നൽകി പരിഗണിക്കാവുന്നതാണ് എന്നുള്ള രീതിയിൽ 378 വകുപ്പിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മോഷണക്കുറ്റം 303 വകുപ്പിൽ ഭാരതീയ ന്യായ സംഹിതയിൽ ചേർത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. കൂടാതെ മാനഹാനിപ്പെടുത്തൽ, ഡിഫമേഷൻ, അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 499 വകുപ്പിൽ പറഞ്ഞിരുന്ന ശിക്ഷ ഇപ്പോൾ 356 വകുപ്പ് പ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലൂടെ സാമൂഹ്യ സേവനമായി മാറിയിരിക്കുന്നു. ഒരാളെ മാനഹാനിപ്പെടുത്തിയാൽ അയാൾ സാമൂഹ്യ സേവനം ചെയ്യേണ്ട അവസ്ഥ സംജാതമാകുന്ന തരം ശിക്ഷയാണ് ഇവിടെ കാണുന്നത്. കൂടാതെ പൊതുസ്ഥലത്തിരുന്ന് വൃത്തികേടുകൾ പറയുക, ഒബ്സീൻ, അതായത് തെറിവാക്കുകൾ കൊണ്ടുള്ള പാട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ 294 വകുപ്പിലായിരുന്നു ശിക്ഷ രേഖപ്പെടുത്തിയിരുന്നത്. അത് ഇപ്പോൾ 296 വകുപ്പിൽ ഭാരതീയ ന്യായ സംഹിതയിലൂടെ സാമൂഹ്യ സേവനം ശിക്ഷാർഹമാക്കിയിരിക്കുകയാണ്. സാമൂഹ്യ സേവനം എന്ന ശിക്ഷ അതിന് ലഭിക്കും. കൂടാതെ ഉള്ളത് 268 വകുപ്പാണ്, പബ്ലിക് ന്യൂയിസൻസ്, അതായത് പൊതുസ്ഥലത്തുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഈവൻ നമ്മുടെ സിഗരറ്റ് വലിക്കുന്നത് പോലെ, അത് വേറൊരു സെക്ഷനാണെങ്കിലും സിഗരറ്റ് വലിക്കുക, പുകവലിക്കുക എന്നൊക്കെ പറയുന്നത്, മുറുക്കി തുപ്പുക, ഇതൊക്കെ വരുത്താവുന്ന ഒരു കുറ്റകൃത്യമാണ് 268 പബ്ലിക് ന്യൂയിസൻസ്. അത് 270 വകുപ്പിൽ കൂടി ഭാരതീയ ന്യായ സംഹിതയിലും സാമൂഹ്യ സേവനം ശിക്ഷ ഉറപ്പാക്കുന്ന വകുപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ 6 തരത്തിൽ ഉള്ള വകുപ്പുകളിൽ സാമൂഹിക സേവനത്തെ ഒരു ശിക്ഷാമാർഗമാക്കി ഭാരതീയ ന്യായ സംഹിത മാറ്റിയിരിക്കുന്നു. എന്നാൽ ഇതിനൊരു പ്രത്യേകത, ഒരു ബുദ്ധിമുട്ടുള്ളത്,
ഏതൊക്കെ രീതിയിൽ എവിടൊക്കെ സാമൂഹ്യ സേവനം നടത്തണം എന്ന് കൃത്യമായി നിർവചിച്ചിട്ടില്ല എന്നുള്ളതാണ്. പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ആശുപത്രികളിൽ, സ്കൂളുകളിൽ, സാമൂഹിക സ്ഥാപനങ്ങളിലൊക്കെ സേവനം നടത്താം എന്ന് പൊതുവായി പറയുന്നു എന്നല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കോടതി ആശുപത്രി നിഷ്കർഷിക്കുകയോ ഏതെങ്കിലും പ്രത്യേക സ്കൂളുകൾ നിഷ്കർഷിക്കുകയോ നിർദ്ദേശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരാൽ എങ്ങനെ ആരുടെ മേൽനോട്ടത്തിൽ ഈ ശിക്ഷാവിധികൾ നടപ്പാക്കണം, ആരായിരിക്കും അത് ഒന്ന് മോണിറ്റർ ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള കാര്യവും ഇന്ത്യൻ പീനൽ കോഡിലോ പുതിയ നാഗരിക സുരക്ഷാ സംഹിതയിലോ കാണുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ന്യൂനതയായി നമുക്ക് കാണാം. എന്നാലും നമുക്കിനി കുറ്റവാളികൾ സാമൂഹ്യ സേവന രംഗത്തിറങ്ങി വ്യവഹരിക്കുന്നത് കാണാൻ ഇടവരും എന്ന് കരുതാം. നന്ദി, നമസ്കാരം.